ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമാവാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ല മഴയായിരുന്നല്ലോ. അപ്പോൾ രാവിലെ എനിക്ക് വന്നത് നോക്കുമ്പോൾ മുറ്റവും അതുപോലെ തന്നെ അടുപ്പൊക്കെ നല്ല പോലെ നനഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുപ്പിൽ ഇനിയിപ്പോൾ എനിക്ക് 2-3 ദിവസത്തേക്ക് എന്തായാലും കത്തിക്കാൻ പറ്റില്ല. നല്ല വെയിൽ വന്നതിന് ശേഷം മാത്രമേ കത്തിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അതേപോലെ നല്ലോണം നനഞ്ഞു കുതിർന്നിട്ടുണ്ട്. വെള്ളം മുഴുവൻ അടുപ്പിലേക്കാണ് ഒലിച്ചെത്തിയത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു. നിറച്ച് ഇലകളും അതുപോലെ തന്നെ തിണ്ടുമലൊക്കെ നിറച്ചും ചളിയൊക്കെ ആയിട്ടുണ്ട് മഴ പെയ്തിട്ട്. അപ്പോൾ മുകളിൽ എന്തായാലും ഇനി ഷീറ്റ് കെട്ടേണ്ടി വരും, അല്ലാണ്ട് ഇപ്പോൾ ഇനി രക്ഷയില്ല. അപ്പോൾ ഷീറ്റൊക്കെ ഇവിടെ വെടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും നോക്കിയിട്ട് വേണം ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ ഇവിടെയൊക്കെ ഒന്ന് വാഷ് ബേസൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാണ്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് താഴെ വൃത്തിയാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ഫോൺ വന്നു. അപ്പോൾ ഒന്ന് സ്കിപ്പായി പോയിട്ടോ കുറച്ച് വീഡിയോ. പിന്നെ ഞാനിവിടെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ തന്നെ ചളിയായതുകൊണ്ട് മഴ പെയ്തിട്ട് ഫുള്ള് മുകളിൽ കാരണമുണ്ട് നല്ലപോലെ തന്നെ അതിലേക്കാണ് മുഴുവനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ചളിയൊക്കെ തെറിച്ചിട്ട് അപ്പോൾ അവിടെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക. അല്ലെങ്കിൽ ഉണ്ണികളൊക്കെ ബാത്റൂമിലേക്ക് കയറുമ്പോൾ മുഴുവനായിട്ട് ചവിട്ടി ആകെ ചളിയാവും. അപ്പോൾ അവിടെ ഒന്ന് ആദ്യം തന്നെ വൃത്തിയാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞു. പിന്നെ രാവിലെ അമൃതം പൊടിയുടെ പുട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഒരു 5 മാമ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. അപ്പോൾ ശർക്കര ഇല്ലാത്ത കാരണം കൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തത് കേട്ടോ. പിന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. അത് വേവിക്കാനായിട്ട്. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് നാളികേരവും നല്ല ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. നല്ലപോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നമുക്ക് കറിയൊക്കെ എന്തായി നോക്കാം. അപ്പോൾ നല്ലപോലെ തിളച്ച് ചാറൊക്കെ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാമ്പഴമൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അരപ്പൊന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അരപ്പൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് തീ കുറച്ച് വയ്ക്കുക, സിമ്മിലാക്കി വയ്ക്കുക കേട്ടോ, ഏറ്റവും കുറവിലാക്കി വയ്ക്കുക. എന്നിട്ട് നമുക്ക് തൈര് അടിച്ചത് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ നാളികേരം അരച്ചതിൽ തന്നെ ഒന്ന് തൈരൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അടിച്ചെടുത്തില്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കട്ടയൊക്കെ ആയിട്ട് ഒരു മാതിരി എടുക്കും കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വരുമ്പോൾ നമുക്കതൊന്ന് അപ്പുറത്തേക്ക് ഇറക്കി വെച്ചിട്ട് ഒന്ന് കാച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത് കേട്ടോ. പിന്നെ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി. ഇനി നമുക്കത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നാളെ വിഷുക്കല്ല. അപ്പോൾ ഇത് തലേ ദിവസം റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പുളിശ്ശേരിയുടെ കാര്യം നാളെ നോക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ അങ്ങനെ ഇന്ന് തന്നെ റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പോൾ മാമ്പഴമൊക്കെ നല്ല ഇതുള്ള മാമ്പഴമായിരുന്നു കേട്ടോ കിട്ടിയത്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചോറിലേക്ക് ഞാൻ മുട്ട തിളപ്പിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതും മോരുകറിയും കൂടി കൂട്ടിയിട്ട് ചൂടാപ്പിക്ക് ചോറ് കൊടുക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പാത്തോസിന് ഇത് കുറേ ദിവസമായി തയ്ച്ച് വെച്ചിട്ട് വിഷുവിന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ നൂല് ഉണ്ണികൾ പട്ടം പറപ്പിക്കാനായിട്ട് എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ഭാഗം കൂടി തയ്ക്കാണ്ടായിരുന്നു ഞെറി വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാമല്ലോ എന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ പാത്തോസിൻ്റെ ഉടുപ്പൊക്കെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ തലയിൽ വെക്കാനായിട്ട് ഒരു ഹെയർ ബോം കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.